ചെയ്യാൻ പാടില്ല. അങ്ങനെല്ലാം മുഖ്യമന്ത്രിയായിരുന്നാലും വണ്ടി തടയുമ്പം കുറ്റക്കാരിയാണ്. ഇത്രയും ആൾക്കാരുടെ മേയർ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പക്ഷെ അനുസരിച്ച് ഡ്രൈവർമാരെല്ലാം ശരിയെന്നല്ല. ഇവര് ഞങ്ങൾക്ക് ചെയ്യുന്ന അതിനുവേണ്ടി 3 ഇരട്ടിയാണ്. സാധാരണക്കാരന് ഒരിക്കലും അയാളിപ്പോ ജാമ്യമില്ല മേയർ സ്ഥാനത്ത് ഇരുന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. മേയർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. രാജിവെക്കണമോ? അപ്പം മാത്രമേ അയാൾ കുറ്റവാളിയാവുന്നുള്ളൂ. അതുവരെ ആ സംശയത്തിന്റെ മേലിലാണ്. ശരിയാണ്. പ്രധാനപ്പെട്ട മെമ്മറിയും കാണാതെ എന്നുള്ളൊരു വിഷയം, അത് വലിയൊരു കാരണം ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളൊരു സംശയത്തിനകത്ത് കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായം. നല്ലതാണോ? രാജിവെക്കില്ലല്ലോ. സത്യം ആര് ചെയ്താലും കുറ്റകൃത്യം തന്നെ. കുറ്റകൃത്യത്തിനോട് വിട്ട് ചെയ്യാൻ പാടില്ല. ആര്യ രാജേന്ദ്രൻ പദവി ഒഴിയുമോ അതോ വീണ്ടും വിവാദം കത്തി നിൽക്കുമോ? ജനാഭിപ്രായങ്ങളിലേക്ക്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞിട്ട് അതിപ്പോൾ ഒരു കേസായിട്ടുണ്ട്. മേയർ ചെയ്തത് ശരിയാണോ തെറ്റാണോ? തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ കാര്യം? അതിപ്പോ വണ്ടി ഇപ്പൊ പൊക്കൊണ്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പൊ അത് അത്ര ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായി, യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചത്. അവർക്ക് വേണേ കേസ് കൊടുക്കായിരുന്നു. പോലീസ് എന്തായാലും അവര് ഒരു മേയറായ സ്ഥിതിക്ക് അപ്പൊ തന്നെ അവർക്ക് വണ്ടിയിലിരുന്ന് തന്നെയാണ് ഈ വാഹനത്തിന്റെ നമ്പർ ചേസ് ചെയ്തിട്ട് കൃത്യമായി നടപടി എടുക്കായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ഒരാള് ഇത്രയും അവക്കുമായി പെരുമാറി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇല്ല, അവര് ചെയ്തത് ശരിയായി എന്നുള്ളത് ഇല്ല, ശരിയായ അഭിപ്രായമല്ല. അല്ല. പ്രത്യേകിച്ച് ഒരു വനിതാ മേയറാണ്. നമ്മൾ അവര് മേയറായിട്ട് കയറിയപ്പോ നമ്മൾ വിചാരിച്ച് ഒരു സ്ത്രീയാണ്, അവർക്കിനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. അതിനൊരു പക്വത കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേയർക്കെതിരെ ഇപ്പോൾ ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ എന്തെങ്കിലും നടപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെ പ്രതീക്ഷയില്ല. ഇപ്പൊ തന്നെ കേസ് എടുത്തിരിക്കുന്നത് ജാമ്യം കിട്ടാൻ വകുപ്പിൽ തന്നെ. ഇതൊരു സെറ്റിൽമെന്റായി പോവല്ലേ? പോകും, അതിനാണ് ചാൻസ്. MLA കാണിച്ചത് ശരിയാണോ? ബസ്സിനകത്ത് വരെ ആൾക്കാരെ ഇറക്കി വിട്ടു എന്നാ പറയണേ. അതിപ്പോ നമുക്ക് അറിയില്ല. അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്, MLA അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പറഞ്ഞാല് ഒരു മേയർ പോലുള്ള ഒരാള് ഒരു വളരെ കുറഞ്ഞ പ്രായത്തിൽ തലസ്ഥാനത്തിന്റെ മേയറായി ഒരു വനിതയാണ്. അപ്പോൾ അവരൊരു സ്വകാര്യ ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അല്പം കൂടെ പക്വതയോടുകൂടി പെരുമാറേണ്ടി ഇരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഒരു കാര്യമുണ്ട്. ഈ സമയം, സന്ദർഭം, സാഹചര്യം ഇതനുസരിച്ചല്ലേ ആ നേരത്തെ പറഞ്ഞ വാക്കിന് അർത്ഥമുള്ളൂ. ഇത് വണ്ടി തടഞ്ഞിടുക, എത്രയോ യാത്രക്കാരുടെ അതായത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുക. ഈ മേജറല്ല മുഖ്യമന്ത്രിയായിരുന്നാലും വണ്ടി തടയുമ്പം കുറ്റക്കാരിയാണ്. ഇത്രയും യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നാ പറഞ്ഞ ആര് ഇറക്കി വിട്ടതാണ്? ബസ് തടഞ്ഞിട്ടപ്പോ യാത്രക്കാരെ ഇറക്കി വിട്ടല്ലോ. അത് ഇവരാണോ അത് സ്വാഭാവികമായിട്ട് ഇറങ്ങിപ്പോയതാണ്? അല്ല, ഇവർ തടഞ്ഞിട്ട് ഇറക്കി വിട്ടു. MLA ബസ്സിനകത്ത് കയറി ഇറക്കി വിട്ടു എന്നാ പറഞ്ഞത്. അത് തെറ്റല്ലേ? യാത്രക്കാരെന്താ കുറ്റം ചെയ്തേ? അതാണ് ഒരു ഇഷ്യൂ. എന്താ തെറ്റ് ചെയ്തേ? യാത്രക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് പിന്നെ വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വിരോധം ഉണ്ടെങ്കിലോ അത് ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അവർ തമ്മിലായിക്കൊള്ളണം. അവർക്ക് കേസ് നടപടി തമ്മിലായിക്കൊള്ളണം. അതല്ലേ നല്ലത്. അതിനുള്ള ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ശരിക്കും പിന്നെ നല്ല പബ്ലിക് റോഡിലിട്ട് ഇങ്ങനെയൊക്കെയുള്ള രീതികൾ കാണിക്കുക, ഇതൊക്കെ തെറ്റല്ലേ? ഇത് സമൂഹത്തിനല്ലേ ബാധിക്കുന്നത്? സമൂഹമല്ലേ വോട്ടിട്ട് ജയിപ്പിച്ച ഇവരെല്ലാം വോട്ടിട്ട് ജയിപ്പിച്ച് ഇങ്ങനെ ഇത്ര രീതിയിലാക്കി വെച്ചത്. എന്നിട്ട് ഇവർക്ക് വേലി തന്നെ എന്തിന് വിളവ് തരുന്നേ? സംസ്ഥാനത്തിന്റെ മേയർ നിങ്ങളെപ്പോലെ ഒരു 19 വയസ്സുകാരിയെ മേയറായി ഇപ്പോൾ 3-4 വർഷമായി. ഒരു വലിയ പ്രതീക്ഷയുള്ള ഒരു മേയറായിരുന്നു, ഒരു വനിതയാണ് ആകെ പ്രതീക്ഷ. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞു കേരളത്തിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞിട്ട്
അവരെ വാഹനത്തിനെ കയറാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വിഷയങ്ങൾ നിൽപ്പുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു അഭിപ്രായം? തെറ്റ് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ആൾക്കാരെ മേയർ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. മേയർ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നല്ല, അവർക്ക് നിയമങ്ങൾ അറിയാവുന്നവരാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് ആ വണ്ടി തടഞ്ഞെന്നുള്ളത് മാത്രമാണ് തെറ്റ്. വാഹനം തടഞ്ഞത് തെറ്റ്. മറ്റേ ഈ ഡ്രൈവർ ഭാഗത്ത് അതിനെക്കാട്ടിയും തെറ്റുണ്ട് ഇല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ അത് മേയർ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വേറെ തിരിച്ചറിഞ്ഞില്ല, ശരിയല്ല. അത് മാത്രമല്ല, നിങ്ങൾ ആരായാലും എനിക്കെന്തെന്ന് ചോദിക്കുന്നത് ഇല്ലേ? അവർ കാണിച്ച ഒരു നിയമം അറിയാം. നമ്മളെ പോലുള്ളവർ കാണിച്ചാൽ പോലും നിയമം അറിയാം. MLA-യും മേയറുമാണ്. അവർ വണ്ടി തടഞ്ഞത് ശരിയല്ല. അവരിങ്ങനെ പബ്ലിക്കിൽ ക്രോസ് ചെയ്ത് കൊണ്ടിട്ട് തടഞ്ഞത് ശരിയായി. ഞാൻ ആ രാഷ്ട്രീയം വിശ്വസിക്കുന്നവനാണ്. എങ്കിലും അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പക്ഷെ അതിനനുസരിച്ച് ഡ്രൈവർമാരെല്ലാം ശരിയെന്നല്ല. ഇവര് ഞങ്ങൾക്ക് ചെയ്യുന്ന ദ്രോഹം അതിനെ 3 ഇരട്ടിയാണ്. സിഗ്നലിൽ കിടക്കുമ്പോൾ സിഗ്നൽ ഓഫായാൽ പോലും ഈ KSRTC-യുടെ വാഹനം കയറി പോകണം നിങ്ങൾ കണ്ടിട്ടില്ല. അവരൊന്നും ചെയ്യില്ല എന്നുള്ളതിലാണ് അവർക്ക് KSRTC അവരാരും ചോദിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. KSRTC-യിലെ എല്ലാ ഡ്രൈവർമാർക്കുണ്ട്, എല്ലാ യൂണിയനിലും പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. അവരെല്ലാം ഒറ്റക്കെട്ടാണ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഒറ്റക്കെട്ടാണ്. അവരൊരു കാര്യം വരുമ്പോൾ ഒരു ഒന്നിച്ചേക്കും. അതിനകത്ത് CIT ഒന്നും INTUC ഒന്നും അങ്ങനെയൊന്നും. നമ്മൾ സാധാരണ ഈ ആട്ടയുടെ ബാക്ക് കയറ്റി ഒതുക്കി കണ്ടു കഴിഞ്ഞാൽ ഈശ്വരൻ സഹിക്കും. എന്നെ ഇടിച്ച് കൊല്ലാൻ വേണ്ടി വന്നു. ഞാൻ ചോദിച്ചു സൈഡ് തട്ടി. ചെറിയ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വലിയ അപകടകരമായ പറയപ്പെടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ടല്ലോ. അതാണ് അവരുടെ സുഖം. എന്ത് പറയണം? ഒരാൾ പറഞ്ഞില്ല, അത് തന്നെയാണ് നമ്മൾ പറയുന്നുള്ളത്. ശരിയായില്ല എന്നുള്ളത് തന്നെ. അത് മേയർ കാണിച്ചത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നിയമം അറിയാവുന്നവരാണ് അവർ. പിന്നെ ഒരു തിരുവനന്തപുരത്തിന്റെ ഒരു നഗരപിതാവാണ്. നഗരത്തിന്റെ ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇത്രയും പേരെ തെറ്റായിട്ടുള്ള ഒരു KSRTC വാഹനത്തെ കൊണ്ട് തടഞ്ഞത് തെറ്റായിട്ടുള്ള ഒരു കാര്യം. നഗരത്തിന്റെ പിതാവോ മാതാവോ എന്നുള്ളതിലല്ല, ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത് സംഭവിക്കും. ഒരിക്കലും കാണിക്കാൻ പറ്റും. സാധാരണക്കാരന് ഒരിക്കലും നമ്മളെങ്കിൽ അയാളിപ്പോ ജാമ്യമില്ല പ്രകാരം അകത്തുള്ള നിയമം അറിയുന്നവരാണ്, ജനപ്രതിനിധികളാണെങ്കിൽ നമ്മളിപ്പോ ഈ സമയത്ത് നമ്മളെ വണ്ടി ഉൾപ്പെടെ അകത്തായിരിക്കും. നമ്മള് പിന്നെ ആ ട്രിപ്പിന്റെ കാശ് അവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി കേസില്ല എന്ന് അവർ പറഞ്ഞാല് ആ പാർട്ടി അനുഭാവിയാണ്. CPM-ന്റെ അനുഭാവിയാണ്. പാർട്ടി മെമ്പറല്ല, അനുഭാവിയാണ്. വർഷങ്ങളുണ്ട് ഇത്രയും കാലം. അല്ല, അനുഭാവിയാണെന്നുള്ളതിലല്ല, നമുക്ക് തന്നെയാണ്. ആര്യ രാജേന്ദ്രൻ ഒരു 4 ദിവസം മുമ്പ് KSRTC ബസ് തടഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്? കാരണം അവരത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേയറോട് പെരുമാറിയെന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മേയർ പോലത്തുള്ള ഒരാൾ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ പ്രതികരിക്കുക. അല്ല, അതിനിങ്ങനെ പബ്ലിക്കിൽ വാഹനം തടഞ്ഞിട്ടാണോ പ്രതികരിക്കേണ്ടത്? പബ്ലിക് ആ സമയത്ത് പറയുന്ന പറഞ്ഞാൽ സിഗ്നലിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. സിഗ്നലിൽ നിർത്തിയിരുന്നു. വണ്ടി നിർത്തിയ സമയത്ത് ഇവർ പോയിട്ട് അവിടെ നിന്ന് സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തിട്ടിട്ട് വാഹനം തടഞ്ഞു, ഡ്രൈവർ കേസ് കൊടുത്തു. പക്ഷേ എങ്കിൽ പറയുന്നത് വണ്ടി അവിടെ നിർത്തിയതാണെന്നാണ് ഇവർ പറയുന്നത്. വണ്ടി അവിടെ നിർത്തിയതാണെന്നാണ് പറയുന്നത്. നിർത്തിയപ്പോൾ ഇവർ മുമ്പിൽ പോയി നിന്ന് വണ്ടി നിർത്തിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റായിട്ട് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളായാലും വണ്ടി മുമ്പിലിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് അതിന് നിയമമുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ താങ്കളാണ് എന്റെ വാഹനത്തിനെ ക്രോസ് ചെയ്ത് അലക്ഷ്യമായി ഓടിച്ച് തട്ടിക്കൊണ്ട് പോയാലും താങ്കളെ വണ്ടി നമ്പർ എടുത്തിട്ട് കംപ്ലൈന്റ് ചെയ്ത് താങ്കൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രശ്നമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾക്ക് താങ്കളെ ഞാൻ ചേസ് ചെയ്ത് വന്ന് റോഡിട്ട് പിടിച്ചിറങ്ങില്ല. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് കയ്യിലെടുക്കുന്നതെന്നല്ലേ സാധാരണ അതിൽ പറയാം. നിയമം കയ്യിലെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുകയോ കാര്യങ്ങളും ചെയ്തിട്ടില്ലല്ലോ. അവിടെ വെച്ചിട്ട് അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ മേയർ പോലുള്ള ഒരാൾ ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ സാധാരണ സ്ത്രീകൾ ഇങ്ങനെ പ്രതികരിക്കും. പിന്നെ കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായം. നല്ലതാണോ? രാജിവെക്കേണ്ടി വരുമോ? രാജിവെക്കുന്നതും വയ്ക്കൂല എന്നവർ പറഞ്ഞാൽ വയ്ക്കണം, അത്രേ ഉള്ളൂ. അവര് മേയർ സ്ഥാനത്ത് ഇരുന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. മേയർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. രാജിവെക്കണം. അപ്പോൾ ഉറപ്പായിട്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരിക്കും അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ?
കാര്യം അത് കൃത്യമായിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പൊന്നും ക്ലിപ്പ് മെമ്മറി കാർഡ് കാണാതായി എടുത്ത് മാറ്റിയതാണെന്ന് പറയപ്പെടുന്നു. ഇത് മാറ്റിയതാണോ ഇനി അത് ഇട്ടിട്ടില്ലയോ എന്തോന്നും നമുക്കറിയത്തില്ല. അപ്പം അതിന് പല വശങ്ങളുമുണ്ട് ഒരു വിഷയത്തിന്. അപ്പോൾ ഒരു വശം മാത്രം കണ്ടിട്ട് ഒരു കാര്യത്തിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മേയറിന്റെ ഭാഗത്തു നിന്ന് ആരോ വന്ന് നിന്നെടുത്ത് ചെറിയൊരു വീഡിയോ പോലത്തെ ഇത് മാത്രമാണ്. അത് പക്ഷെ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പം അവിടെയുള്ള യാത്രക്കാരെടുത്ത് ചോദിക്കുക എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. KSRTC യാത്രക്കാർ എടുത്ത വീഡിയോ ഒക്കെ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. MLA മേയറുടെ ഹസ്ബൻഡായിട്ടുള്ള MLA ബസ്സിനകത്തിരുന്ന ആൾക്കാരെടുത്ത വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് വാർത്ത എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പം വന്ന് വരുമ്പോൾ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാത്ത കാര്യത്തെ നമ്മൾ ഒരു പക്ഷാഭേദം ഇല്ലാതെ സമീപിക്കുക എന്നുള്ളത്. ഒരു മുൻവിധി പാടില്ല. കാരണം ഇപ്പം ഉദാഹരണത്തിന് പറയുന്ന പല ചില മന്ത്രിമാർ ചെയ്യുന്നത് ചിലത് തെറ്റാന്ന് പറയുന്നു, ചില ശരിയാന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളോടുള്ള ദേഷ്യം കൊണ്ടാവാം ആളുകൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആരെക്കുറിച്ചും എന്തെങ്കിലും കേട്ടാൽ അപ്പം തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ കോടതിയിലൊക്കെ പ്രൂവ് ചെയ്യപ്പെടും തെളിവുകളാണ് കോടതിയെ. അതെ, തീർച്ചയായിട്ടും. കോടതിയിൽ ഇത്തരം കേസുമായി കഴിഞ്ഞ ദിവസം പോയപ്പോൾ കോടതി തന്നെ ഈ മേയർക്കെതിരെയും MLAക്കെതിരെയും FIR ഉണ്ട്, കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി നല്ലതല്ലേ. അപ്പം അത്തരത്തിലൊരു ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് പൊതുജനത്തിന്റെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് എതിരെ കേസ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അയാൾ ഒരിക്കലും ആ കുറ്റം ചെയ്തു അത് പ്രൂവണാവുന്നില്ല. അത് കൺവിക്റ്റ് അത് തെളിയിക്കപ്പെടണം. അപ്പം മാത്രമേ അയാൾ കുറ്റവാളിയാവുന്നുള്ളൂ. അതുവരെ ആ സംശയത്തിന്റെ നേരിലാണ്. ശരിയാണ്, കേസാണ്. അപ്പോൾ അവർക്കെതിരെ അവരുടെ ഹസ്ബൻഡിനെതിരെ കേസെടുക്കണമെന്ന് കോടതി ഇടപെട്ടിട്ടുണ്ട്. ശരിക്കും ആ മേയർ കാണിച്ചത് ഒരു പൊതുജനം എന്നുള്ള നിലയിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്? അത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അത് പ്രധാനപ്പെട്ട ഒന്ന് മെമ്മറി കാണാതെ എന്നുള്ളൊരു വിഷയം. അത് വലിയൊരു കാരണം ഒരു ഗൂഢാലോചന നടന്നെന്നുള്ളൊരു സംശയം അതിനകത്തുണ്ട്. കാരണം മെമ്മറി കാണാതെ വെച്ചാൽ അന്വേഷണത്തിന് വലിയൊരു വെളുത്തിരി വന്ന ആ ഒരു മെമ്മറി മാറ്റിയെടുത്താന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടി മുന്നോട്ട് പോക്ക് തന്നെയാണ് ഇതിന്റെ. രാജിവെക്കേണ്ടി വരുമോ? രാജി വെക്കണ്ട, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ട് നടപടി എടുത്തിട്ട് ഒരു പണിഷ്മെന്റ് എന്ന നിലയിൽ ഇത് വേണമെന്നാണ് അഭിപ്രായം. കാരണത്തിൽ ഒരു കേസുണ്ടായി, ഇപ്പോൾ വലിയ ഇഷ്യൂ ആയിട്ടുണ്ട്. അതൊരു പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇത് ശരിയാണോ തെറ്റാണോ? അത് ഞാൻ ന്യൂസൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ല എന്നുള്ള അഭിപ്രായം. മേയർക്കെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്. അത് പ്രദേശ പാർട്ടികൾ ഒന്നായിട്ട് കൂടിയിട്ട് വളർന്നിട്ട് ആക്രമിക്കുക എന്നൊരു ഉദ്ദേശം. അപ്പോൾ ഇവര് ഈ ബസ്സിനെ ചേസ് ചെയ്ത് സീബ്ര ലൈനിൽ കൊണ്ടിട്ട് ക്രോസ് ചെയ്ത് പിടിച്ചു എന്നും ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നൊക്കെയാണ് നമ്മൾ വാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതിന് മുമ്പ് ഇതേമാതിരി ഒരു പ്രശ്നം വേറെ സ്ത്രീക്കുണ്ടായിട്ട് അവർ പ്രതികരിച്ചിട്ടുണ്ടല്ലോ ഈ വിഷയത്തെ വെച്ച്. ഈ ഡ്രൈവറിനെ കുറിച്ച് എന്താ അതേതാ വിഷയം? അത് ഇതിനു മുമ്പ് നടന്ന വിഷയമാണ്. ആ ഫോട്ടോ സഹിതം ഡ്രൈവറെ ഫോട്ടോ സഹിതം വണ്ടിന്റെ ഫോട്ടോ സഹിതം പബ്ലിക്കായിട്ട് മാധ്യമത്തിൽ കൊടുത്തിട്ടുണ്ടായി. ന്യൂസാണ് ഞാൻ കണ്ടത്. മുൻപൊരു കേസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പൊ ചെയ്തത് തെറ്റല്ലാതാവും. പക്ഷേ തെറ്റില്ലാതെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഇത് എനിക്കറിയില്ല. അതിന് വാർത്ത കണ്ട അടിസ്ഥാനത്തിലുള്ളൊരു പ്രതികരണമാണ് ഞാൻ നടത്തിയത്. ശരിയല്ല എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രേരിത ഒരു ആയുധമാക്കി എന്നുള്ള ഉദ്ദേശമാണ് മേയർക്കെതിരെ. കോടതി ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ കോടതി ഇടപെട്ടുണ്ടാവും. അത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അറിയാൻ പറ്റില്ല. ബാക്കി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അങ്ങനെ തന്നെയാണ് നോക്കാം. ബാക്കി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണും. വേറെ എന്താ പറയുന്നത്? ഒരു തലസ്ഥാനത്തിന്റെ മേയർ കഴിഞ്ഞ ദിവസം ഒരു നിയമക്കുരുക്കിലാണ്. കാര്യം KSRTC ബസ്സിനെ തടഞ്ഞിട്ടു എന്നുള്ളതാണ് നിയമക്കുരുക്കിന്റെ പ്രധാന പ്രശ്നം. അതിലൊരു എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു അഭിപ്രായം? എനിക്കതിന് വ്യക്തമായ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ചെന്നൈയിലാണ്. പക്ഷെ എന്തായാലും അതിലൊട്ടും ട്രാൻസ്പെറൻസി അതിലില്ല. ഒന്നാമത്തെ വിഷയം. പിന്നെ മേയർ അദ്ദേഹത്തിന്റെ ആ ഒരു അധികാര പൊസിഷനിൽ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാം ആർഗ്യൂ ചെയ്യുന്നത്. അത് ശരിയല്ല. ഹി ഹാസ് ടു ബി ആൻ ഇൻഡിവിജ്വൽ. അദ്ദേഹത്തിന്റെ ഒരു കോമൺ ലെവലിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിഷയം ഇതാണ്, ഇവരുടെ അധികാര സ്ഥാനം ദുരുപയോഗപ്പെടുത്തും. അല്ല, ആ അധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക്, നഗരത്തിന്റെ ഒരു അധിപയായിട്ടുള്ള ഒരു മേയർ
ഒരു KSRTC ഡ്രൈവർ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടേണ്ട ഒത്തിരി മാർഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് മുഴുവൻ തെറ്റിച്ചാണ് ചെയ്തേക്കുന്നത്. വണ്ടി എന്താ പറയുക, ബ്ലോക്ക് ഇത്രയും പാസഞ്ചേഴ്സിനെ ഇൻകൺവീനിയൻസ് ചെയ്തിട്ട് വണ്ടി ബ്ലോക്ക്, ഇതെന്താ ഒരു സിനിമ സ്റ്റൈലിലെ ഒരു സ്ക്രിപ്റ്റിംഗ് തമിഴ് സിനിമയിലൊക്കെ തീർച്ചയായിട്ടും അത് തന്നെയാണ്. അവരവരുടെ അധികാര സ്ഥാനം ദുരുപയോഗപ്പെടുത്തി, അത്രയേ ഉള്ളൂ. അവരൊരു സാധാരണ ഒരു കോമൺ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവാരത്തിലൊന്നുമില്ല അവർ ചെയ്യുന്നത്. അവരുടേതായ നിയമങ്ങൾ അത് പാലിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ കോടതി ഇടപെട്ടിട്ടുണ്ട്. അവരെയും അവരുടെ ഹസ്ബൻഡ് MLAക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കോടതി പറഞ്ഞു. ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായ ഒരു ലോസിൻ്റെ ഒന്നാമത് ഇത്രയും പേരായിട്ട് ഇൻകൺവീനിയൻ്റ് ആക്കുന്ന ഒരു വിഷയം അതിലുണ്ട്. പിന്നെ ഈ രീതിയിലൊന്നുമല്ല അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ നിയമപരമായ നടപടിക്രമങ്ങൾ അതിനകത്തുണ്ട്. മേയർ ശരിക്കും ഇതിനകത്ത് ആ പദവി ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കാരണം കൊണ്ട് ആ പദവിയിൽ നിന്ന് ഒഴിയണ്ട. അത്യാവശ്യം അവർ മാറി നിൽക്കണം, രാജിവെക്കണം. അത് അറിയാം, തീരുമാനിക്കേണ്ടതാണ്. എങ്കിലും ഒരു പൊതുജനത്തിന്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ അല്ല, ഇതിനു മുമ്പ് ഉള്ള എല്ലാ കീഴ്വഴക്കങ്ങളും എന്താ പറയേണ്ടത്, ഇതിനൊന്നും നമുക്ക് വ്യക്തമായ ഒരു പറയാൻ ജനറലായിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറയാൻ പറ്റില്ല. അതാണ് ഒരു വിഷയം. അവരവരുടെ പദവി ദുരുപയോഗപ്പെടുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് സാധാരണക്കാർ പറയും. തീർച്ചയായിട്ടും അത് പറയാം. കാരണം ബാക്കിയുള്ളവരും എല്ലാവരും ഈ രീതിയിൽ അങ്ങത് കൊണ്ടു നടക്കണം. അതാണ് ഏതെങ്കിലും രീതി അധികാരമുള്ളവരും മേയർക്കാകാമെങ്കിൽ സാധാരണ ഒരു റോൾ മോഡൽ ഒരിക്കലും ഇവരാകാൻ ശ്രമിക്കുന്നേ ഇല്ല. അതാണ് ഇതിന്റെ വിഷയം. കുറച്ചൊക്കെ ആൾക്കാരെ ഒന്നുകൂടെ എന്താ പറയുക, സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധിയായി കടന്നു വന്ന ഒരു മേയറാണ്. അതെ, ഒരുപാട് ഹോപ്പുണ്ടായിരുന്നു. ഒരു യങ്സ്റ്റർ ആയിരുന്നല്ലോ. അപ്പൊ ഇനി ഒരുപാട് പൊളിറ്റിക്സിൽ ഒരുപാട് തിളങ്ങേണ്ട ഒരു ആളാണ്. അപ്പൊ ഇത്തരം ഇങ്ങനെ പോയാൽ എന്ത് ഇപ്പോഴേ ഈ തിളക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതേ അധികാരം അവരുടെ തലയ്ക്ക് പിടിച്ച മാതിരിയാണ് അവരുടെ പെരുമാറ്റമൊക്കെ. ഞാനിപ്പോൾ RVG മേനോൻ സാറിന്റെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. അദ്ദേഹം ഞങ്ങളും സംസാരിച്ചുകൊണ്ട് ഈ വിഷയം തന്നെയാണ്. അദ്ദേഹം അതാണ് പറഞ്ഞത്. ഒരു പക്വത കുറവുണ്ടായി വളരെയധികം. അത് ഇമ്മച്യൂർ ബിഹേവിയർ ആണെന്ന് ഉറപ്പല്ലേ? അതെ, പക്വത ഉണ്ടെങ്കിലല്ലേ അതിന് കുറവുണ്ടാവും. അതെ, വളരെ ഇമ്മച്യൂർ ആയിരുന്നു. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഇതാണ് ഇമ്മച്യൂരിറ്റിയാണ്. എല്ലാത്തിനും ഇമ്മച്യൂരിറ്റിയാണ്. ശരിയോ തെറ്റോ? എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണ്. ചെയ്യാൻ പാടില്ലായിരുന്നു. അവര് ഒരു പൊതുപ്രവർത്തകരാണ്. അവർ ഇങ്ങനെ ബസ് കുറുക്കെ കൊണ്ട് നിർത്തി ഇത് ചെയ്യണത് ശരിയല്ല. അവരെ എന്തോ ഡ്രൈവർ കൈ കാണിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയ ബസ്സിന്റെ മുകളിൽ ഇരുന്ന് കൈ കാണിച്ച് അവർ കാണും. കേസ് എങ്ങനെയാ പോയിരിക്കണേ? ഇത് കേസ് വളച്ചു ഓടിക്കാനൊക്കെ എല്ലാ മിടുക്കന്മാരാണ് ഉള്ളത്. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? മേയർക്കും താങ്കൾക്കും എനിക്കും ഒക്കെ ഒരേ നിയമമാണ് രാജ്യത്തുള്ളത്. നമ്മളാണ് ഓരോരുത്തരും അത് അവകാശപ്പെടുകയാണല്ലോ. എനിക്കാണ്. നിങ്ങളിപ്പോ ഒരു 2 വീലർ യാത്രക്കാരനാണ്. അപ്പൊ നിങ്ങളെ ഒരു വാഹനം ഇങ്ങനെ എന്തെങ്കിലും തട്ടിയില്ല എന്ന് പറഞ്ഞു പോയി. താങ്കളാണ് ഈ വാഹനത്തിന് ആ ബസ്സിനെ ചേസ് ചെയ്ത് കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് പിടിച്ചിട്ട് ആ ഡ്രൈവറെ ഇറങ്ങാന്ന് പറഞ്ഞാല് എന്തായിരിക്കും നടപടി? ആ വണ്ടി നിങ്ങള് ട്രിപ്പ് മുടക്കിയതിന്റെ പേരിൽ കേസാവൂലേ? തീർച്ചയായിട്ടും ആവൂലേ? സാധാരണക്കാർക്ക് ഒരു നിയമം, മറ്റുള്ളവർക്ക് വേറൊരു നിയമമുണ്ടോ? അങ്ങനെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഒരേ നിയമമുള്ളത്? അധികാരമുള്ളവന്റെ നിയമം വേറെയാണോ? അങ്ങനെയാണ് ഇപ്പൊ. അങ്ങനെയാണ് എന്തു ആവാന്നുള്ളത്. ആ കണ്ടീഷനാണ് പൊട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ 10 പൈസ ഉണ്ടെങ്കിൽ അവൻ വേറെ അല്ല വരും. പൈസ ഇല്ലാത്തവനാണെങ്കിൽ താഴെ അവിടെ ഇറങ്ങിയേ ഉള്ളൂ, നീന്തേ ഉള്ളൂ. അതങ്ങനെയാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളവന് പൊങ്ങി പോവാണ്. ഒരു ലേറ്റസ്റ്റ് ഇഷ്യൂ ഉണ്ട്. ഒരു മേയർ ആര്യ രാജേന്ദ്രൻ്റെ വിഷയം. അത് ശരിക്കും കാണിച്ചത് ശരിയാണോ തെറ്റാണോ? ഒരിക്കലും ശരിയല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം പറഞ്ഞാൽ അവർ വണ്ടി കൊണ്ട് ക്രോസ് ചെയ്ത് ഇട്ടത് ക്യാമറയിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അവർ തന്നെ പറയുന്നത് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. സീബ്ര ലൈനിൽ വണ്ടി കൊണ്ടിട്ടിരിക്കുന്ന ക്യാമറയിൽ കറക്റ്റായിട്ട് കാണും. ഇതിന്റെ പാവപ്പെട്ട ഡ്രൈവറിനെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? അവർക്ക് തെറ്റ് പറഞ്ഞാൽ മതി, തെറ്റായിട്ട് പറഞ്ഞാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ കോടതി വിധി പറഞ്ഞെന്ന് പറഞ്ഞാൽ കോടതി കേസെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. MLAക്കെതിരെയും നല്ല കാര്യം തന്നെയാണ്. കേസെടുക്കണം. കേസെടുത്ത് കൃത്യമായിട്ടുള്ള നടപടിയില്ല. ഇങ്ങോട്ട് കുറച്ച് ബാക്കിലോട്ട് കോടതി ഇടപെട്ടെ കേസെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാണിച്ചത് ശരിയായില്ല. ഇതിപ്പം ഡ്രൈവറിനെതിരെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിപ്പോ സ്വമേധ കോടതി കേസാക്കി ഇതിന് കറക്റ്റായിട്ട് ഇത് കിട്ടിയ പാവപ്പെട്ട ഡ്രൈവറെ ശമ്പളം പോലും കറക്റ്റായി കിട്ടാത്ത പാവപ്പെട്ടവന്മാര് ജോലിക്ക് നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ കൂടി ഇവർ ഈ മേയർ തന്നെ ഇങ്ങനെ കാണിച്ചത് എന്ത് ചെയ്യും? അത്
തെണ്ടിത്തനമാണ് അത് സംഭവം. അവർ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യണത്. പക്വത കുറവുണ്ടല്ലേ? തീർച്ചയായിട്ടും പക്വത കുറവാണ്, അഹങ്കാരമാണ്. സത്യം പറഞ്ഞ അഹങ്കാരമാണ്, അത് പദവിയുടെ അഹങ്കാരമാണ്, അല്ല വേറെ ഒന്നുമില്ല. ആ പദവി ഉപയോഗിച്ച് അങ്ങനെ ഒരു തെറ്റ് ഡ്രൈവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളില്ലേ? തീർച്ചയായിട്ടും വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അവർക്ക് എന്തേലും ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിപ്പോ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്തല്ല, ആരത് ചോദിച്ചാൽ പറയും. അവര് പക്ഷെ സമ്മതിക്കൂല. അവര് മാത്രമേ അതിന് ന്യായീകരിക്കുന്നുള്ളൂ, വേറെ ആരും ന്യായീകരിക്കുന്നില്ല. ബാക്കി ഉന്നത നിലയിലിരിക്കുന്ന പാർട്ടിക്കാരും മറ്റേ മന്ത്രി പോലും കണ്ടടച്ചാണ് ചെയ്യുന്നത്. അവരുടെ ഭാഗം കറക്റ്റാണ്. ക്യാമറ കാണിച്ചത് അവർ കറക്റ്റ് ആ വണ്ടി കൊണ്ട് നിർത്തിയത് എല്ലാം ഡ്രൈവറുടെ തെറ്റാണ്. ഇതിൽ കൂടെ ഒരിക്കലും പറയാനില്ല. ഡ്രൈവർ മതിയായി. അതില്ല, പാവപ്പെട്ടവന്റെ വിധി, എല്ലാവരും വേറെ ഒന്നുമില്ല. അല്ല, ഈ മേയർ എന്നുള്ള ഒരു പദവി ഇപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അഹങ്കാരമാണ്, ധിക്കാരമാണെന്നൊക്കെ പറഞ്ഞു പൊതുസമൂഹം വിലയിരുത്തപ്പെടട്ടെ. പക്ഷെ ആ പദവി ഇങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ പദവിയിൽ തുടരാൻ അർഹത ഉണ്ടോ അവർക്ക്? ഒരിക്കലുമില്ല. ഇങ്ങനെ ഒരാൾ, അതായത് ഒരു സാധാരണ അവരുടെ തന്നെ സ്റ്റാഫാണ്, സർക്കാരിന്റെ സ്റ്റാഫാണ്, അതും ഡെയിലി ബേസിട്ട് അവരുടെ അടുത്ത് തന്നെ ഈ ക്രൂരത കാണിച്ച് അവര് ഇന്ന് നാട്ടുകാരെങ്ങനെ നോക്കും? എന്തെങ്കിലും ആവശ്യമുണ്ട്? അതിന്റെ ആവശ്യമില്ല. അവര് കളയിട്ട് പോകണം, അതാണ് ചെയ്യേണ്ടത്. രാജിവെക്കണ ചെയ്യണം. എന്തിനിരിക്കുന്ന ഉപയോഗമില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിന്? ആരായാലും നമുക്ക് ഉപയോഗമില്ല, പറയാനുള്ള കാര്യം പറയുന്നേ ഉള്ളൂ. പിന്നെ പാവപ്പെട്ടവന്റെ പണിയും പോയി ജോലിയും കേസുമായി അതിന്റെ പുറകെ കേസ് നടത്തി. അത് എന്തായാലും ഉടനെ തന്നെ വിധി വരും. കാരണം കണ്ണിൽ കണ്ട കാര്യമില്ലേ, തെളിവുണ്ടല്ലോ. അപ്പൊ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് പോയി അത് പോവും, സ്വാഭാവികം. എടുത്തോണ്ട് പോയതായിരിക്കും, അല്ലാണ്ട് എങ്ങനെ പോവാലാണ്? ബസ് ഇവിടെ വരുമ്പോഴേ ആ ബസ്സിനകത്ത് മെമ്മറി കാർഡ്. അവരെ ആളുകൾ ഇപ്പം മേയർക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ്, സ്വാധീനമുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്ക് അവരെ കയ്യിലാണ് കേരളവും. മേയർക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴിയുണ്ട്, പാവപ്പെട്ടവർ രക്ഷപ്പെടാൻ വഴിയില്ല. അതുകൊണ്ട് മെമ്മറി കാർഡ് തീർച്ചയായിട്ടും 100% ആരെങ്കിലും എടുത്തോണ്ട് പോയത് ഇന്ന്. അത് കണ്ടെത്തൂല്ലേ പോലീസ്? കണ്ടെത്തൂല്ലേ? അത് പോലീസ് കണ്ടെത്താൻ പാടായിരിക്കും. പോലീസിന് വേറെ എന്തെല്ലാം പണിയുണ്ട്, കുറെ കിടക്കുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ട്. പോലീസ് കണ്ടെത്തുന്ന പാടായിരിക്കും. എന്തായാലും ആ വീഡിയോ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ഇഷ്യൂ തിരുവനന്തപുരത്ത് ഒരു മേയറുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. മേയർ അവരെ വാഹനത്തിന് ചേസ് ചെയ്തെന്ന് പറഞ്ഞൊരു KSRTC ബസ് അവസാനം കോടതി തന്നെ അതിനകത്ത് കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? കുറ്റകൃത്യം ആര് ചെയ്താലും കുറ്റകൃത്യം തന്നെ. കുറ്റകൃത്യത്തിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. നമ്മളൊരു കൺസെപ്റ്റ് അങ്ങനെ. അത് ഡ്രൈവർ ചെയ്താലും കുറ്റകൃത്യം തന്നെ, മേയർ ചെയ്താലും കുറ്റകൃത്യം തന്നെ. പക്ഷെ മേയർക്ക് നിയമപരമായ പരിരക്ഷ ഉണ്ട് എന്ന് കരുതി പിന്നെ മേയർ റോഡ് മേലിറങ്ങി അധികാരം കാണിച്ചു എന്നാണ് ഇപ്പോൾ ആരോപണമുണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേയറുടെ ഭാഗത്ത് തീർച്ചയായും തെറ്റുണ്ട്. പക്ഷെ മേയർ ഒരു സ്ത്രീ എന്ന നിലക്ക് മേയർ ഒരു പരാതി പറഞ്ഞാൽ ആ സ്ത്രീ ആയതുകൊണ്ട് മാത്രം കേസെടുക്കണം. ആ സ്ത്രീ എന്നുള്ള ഭരണഘടന മേയർക്ക് അനുവദിച്ച് നൽകുന്നതാണല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് സ്ത്രീ എന്ന് ആ പരിഗണന കോടതിയും നിയമവും മേയർ എന്നുള്ള പദവിക്കുപരിയായിട്ട് അവർ ദുരുപയോഗം ചെയ്തു എന്നൊരു അഭിപ്രായം ഇല്ല. കാരണം ഈ ഡ്രൈവറെ കേസ് വെച്ച് നോക്കുമ്പോൾ ഡ്രൈവറെ ആളുകളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു കാരിക്കൾച്ചറുള്ള ആളാണെന്നാണ് പൊതുവെ പറയുന്നത്. കാരണം ആ ഡ്രൈവറെ സംബന്ധിച്ച് വേറെ ഏതോ ഒരു ഭാഗത്തുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഏതോ ഒരു ആർട്ടിസ്റ്റ് എന്തോ ഒരു പരാതി പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇയാളെ ഫോട്ടോ കണ്ട്, ഈ വീഡിയോ കണ്ട്, അപ്പോൾ ആണ് പൊതുവെ KSRTC ബസ്സിൽ എന്നില്ല പൊതുവെ ഈ ജീവനക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. അതായത് ആളുകളോട് മോശമായ ബിഹേവിയർ കാണിക്കുന്ന വളരെ ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ട്. അതുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ. ഇയാൾ അതിൽപ്പെട്ട ഒരാളാണെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇയാൾ റോഡിൽ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. നല്ലൊരു മനുഷ്യൻ റോഡിൽ ഇരുന്ന് വർത്താനം പറയില്ലല്ലോ. അതായത് ഇയാൾ ഡോറ് തുറന്നിട്ട് ഇറങ്ങിയില്ല. ഇയാൾ ഡോറ് തുറന്ന് വെച്ചുകൊണ്ട്, ഞാൻ കാണുന്ന അതാണ്, വീഡിയോയിൽ ഫുട്ടേജിൽ അതാണ്, ഇയാൾ ഡോറ് തുറന്ന് വെച്ചുകൊണ്ട് പുറത്തുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അത് മേയറാവാം ആരോ ആവാം, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റോഡിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല സംസ്കാരത്തിൻ്റെ അടയാളമല്ലല്ലോ. ഇപ്പോൾ മേയറോ ഏതോ സ്ത്രീയോ നമ്മളെന്തോ തെറി പറഞ്ഞെന്ന് കരുതി നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ റോഡിൻ്റെ മുകളിൽ യാത്രക്കാരുള്ള വണ്ടി നിർത്തി അങ്ങോട്ട് പ്രതികരിക്കലല്ല എൻ്റെ ബുദ്ധി. അല്ല, വണ്ടി നിർത്തിയതല്ല, വണ്ടി തടഞ്ഞിട്ടതാണെന്നാണ് പറയുന്നത്. അത് സ്വാഭാവികം അങ്ങനെ തന്നെ ആണല്ലോ. സ്വാഭാവികം അങ്ങനെ തന്നെ ആണല്ലോ വരിക. അതായത് നമ്മളെ തട്ടിക്കാൻ വരുന്ന ഒരു വണ്ടിക്കാരനെ നമ്മൾ വീരറിയിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തലാതെ വേറെ വഴിയില്ലല്ലോ. ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ.
നിങ്ങളിപ്പോൾ എൻ്റെ വണ്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വിവരം അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യമൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് വന്ന് നിങ്ങളെ മുന്നിൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ അല്ല, അവിടെ KSRTC ബസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു മേയർക്ക് ആ KSRTC ബസ്സിനെ ചേസ് ചെയ്ത് റോഡിലിട്ട് പിടിക്കുന്നതിന് പകരം ആ പദവി ഉപയോഗിച്ച് സെക്കൻഡുകൾക്കകം നിയമപരമായ സംവിധാനം ബസ്സിനെ പിടിക്കുകയോ ഡ്രൈവറെ പിടിക്കുകയോ ഒക്കെ ചെയ്യാൻ അത് പറ്റില്ല. മേയറെ ഭാഗത്ത് വന്നൊരു ഫാൾട്ടാണ്. അത് മേയർ എന്നില്ല ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ മേയർക്ക് പ്രത്യേക അതിനുള്ള അറിവും കാര്യവും ഉണ്ടല്ലോ. അപ്പോൾ അത്രയ്ക്കും പദവി കയ്യിലുള്ള ഒരാളാണ്. പദവി കൊണ്ട് പദവിന്റെ മാത്രമല്ല, നിയമപരമായ ഏത് റൂട്ടിൽ പോകണമെന്ന് അവർക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ. അപ്പോൾ അത്ര ഒരാൾ വണ്ടി ബ്ലോക്ക് ഇട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഏർപ്പാടല്ല. ഒരു പക്വത കുറവുണ്ടായോ മേയർക്ക്? സത്യത്തിൽ റോഡിൽ വർത്താനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ 100% പക്വത കുറവ് തന്നെ. അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ ഒരു മലയാളി സംസ്കാരത്തിന് യോജിച്ചതല്ലല്ലോ. റോഡിൽ നിന്ന് ചണ്ട കൂടുക, അയ്യോക്കിൽ വെച്ച് ചണ്ട കൂടുക, ആ സംസ്കാരമൊക്കെ പോയിട്ടേ പണ്ട് കാലത്ത് കഴിഞ്ഞു. നിയമം മാറി, ആളുകളും മാറി. അപ്പോൾ അതിനൊന്നും മാർക്കറ്റില്ല. അതാണ്. അത് ഡ്രൈവറായാലും ശരി മേയറായാലും ശരി രണ്ടുപേരും ചെയ്തത് നമ്മൾ മലയാളികളുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മലയാളികൾക്ക് അപമാനം തന്നെ രണ്ടും. ഇത്തരം കുറേ ആളുകൾ ജന്തുക്കൾ കുറേ ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അതിനാണ് എൻ്റെ സത്യം. തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. മലയാളികൾക്ക് അപമാനമായെന്നാണ് പറയുന്നത്. അപമാനമാണ്. കാരണം അപമാനമാണെന്ന് പറയുമ്പം ഒരു മേയർ പദവി ഇരിക്കുന്ന അവരെല്ലാവരും ബഹുമാനിക്കാം. അവരുടെ കീഴിൽ ഒരുപാട് ആ ഒരു പദവി അവരോട് കാണുന്ന വേറൊരു തീർച്ചയായിട്ടും. അപ്പൊ അവരെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്നു. അപ്പൊ അവരത് ഇങ്ങനെ ആ ഇഷ്ടമൊക്കെ പോകുന്ന തരത്തിൽ അവർ പെരുമാറി. അപ്പൊ അത് ആരുടെ ഭാഗത്താണ് തെറ്റായാലും തെറ്റിപ്പം മേയറായാലും ഡ്രൈവറായാലും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കും. അത് വേണമെന്ന് നമ്മളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഒരു മേയറാണെന്ന് വെച്ചിട്ട് നമ്മൾ കണ്ണടച്ച് കളയാൻ പാടില്ല. നാളെ അവരും ഇതിനേക്കാളും വലിയത് ചെയ്യും. അപ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക. അപ്പോൾ എന്താണ് കോടതിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് കോടതി കേസെടുക്കാൻ നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. ഒരു സമാധാനമുണ്ട്. പിന്നെ ഇവിടുത്തെ കോടതിയിൽ നമ്മളെ കാര്യങ്ങളൊക്കെയാണ് ഒരു 10-50 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ വിധി വരിക. അന്നപ്പോഴേക്ക് ഡ്രൈവറും ഉണ്ടാവില്ല, മേയറും ഉണ്ടാവില്ല. കേസ് ഒരു സ്പീഡിലാക്കട്ടെ. എന്നാൽ ഇപ്പോഴുള്ള തലമുറക്ക് തന്നെ കാണാമല്ലോ അതിന്റെ വിധി എന്താന്ന്. കേസ് നീണ്ടുപോകും എന്നുള്ളതാണ് 100% ഉറപ്പ്. കേസുകളൊക്കെ നീണ്ടുപോകും. കേസ് തീരുന്നതാണെങ്കിൽ മേയർ ഡ്രൈവറുണ്ട്. സത്യം പറയാൻ എന്റെ പേരിൽ തന്നെ ഒരു കേസുണ്ട്. ഒരു ST സമ്മറിന്റെ പേരിലുണ്ട്. ഇല്ലാത്തൊരു കേസാ. അപ്പൊ അത് ഒറ്റ പ്രാവശ്യം ആ കേസ് ഒരു വർഷമായിട്ട് വിളിച്ചിട്ടുള്ളൂ. പിന്നീട് മാസം തോറും വിളിച്ചിട്ട് ഇങ്ങനെ നിർത്തി വെക്കല. അപ്പൊ ഞാൻ അന്വേഷിച്ചിടത്തോളം മനസ്സിലാക്കി വക്കീൽമാർക്ക് പണി ഉണ്ടാകാൻ വേണ്ടിട്ട് കുറച്ച് കൊണ്ടുവരണം. അത് പിന്നെ ഇവർ ഇത്രയും കോളേജിലൊക്കെ പഠിച്ച് പിന്നെ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കി കോഴ്സൊക്കെ ഫില്ലപ്പ് ആക്കുന്ന ആൾക്കാരാണല്ലോ. 2 കേസോടുകൂടി നമ്മളെ കേസ് കഴിഞ്ഞാൽ വക്കീലിന്റെ ഫീസ് പണിയില്ല. വക്കീലിന്റെ പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. അതല്ലാതെ ഇത്തരം കേസൊക്കെ അതിനാൽ സാക്ഷികളെയും പ്രതികളെയും ഒക്കെ 1-2 സമൻസിൽ വിളിച്ച് കോടതിക്ക് തീർപ്പ് തീർപ്പാക്കാൻ പറ്റിയ വിഷയമുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ലാവ്ലിൻ കേസ് പിണറായി വിജയന്റെ പേരിൽ 69-70 തവണ മാറ്റി വെച്ചു. അപ്പം വലിയ വലിയ ആളുകൾക്കൊന്നിനും നേരല്ല എസിയിലിരിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒന്നും വിധിയൊന്നും നമ്മളാരും കേൾക്കൂല. മേയർ ഒരു KSRTC ബസ്സിനെ തടഞ്ഞിട്ട് ഏറെ വിവാദമായി നിൽക്കുന്നത് എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാമത് മേയർ ഒരു സ്ത്രീയാണ്. രണ്ടാമതായാലും തിരുവനന്തപുരം ജില്ലക്കാരനാണ്. മേയറുടെ പത്രം 100 വട്ടം രാവിലെ വൈകുന്നേരം രാത്രിയും TV-യിലും പത്രങ്ങളിലും ഒക്കെ വരിക. അവര് പറഞ്ഞു ഞാൻ മേയറാണ്. അപ്പോഴെങ്കിലും ഇയാളൊന്ന് താഴണമായിരുന്നു. ഇയാൾ പറഞ്ഞ നീ ആരായ എനിക്കെന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മേയർ എന്ന് പറയുന്നത് തിരുവനന്തപുരം പിന്നെ നഗരത്തിന്റെ ഫസ്റ്റ് പേഴ്സണാണ്. മനസ്സിലായി, നഗരാധിപതിയാണ്. അപ്പൊ അവര് ഏത് അവസ്ഥയിലായാലും അവരെ ബഹുമാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ ചെയ്തില്ല. ഒന്ന്. രണ്ടാമത് ഇയാളുടെ ഭാഗത്തും കുറച്ച് ന്യായീകരണങ്ങളുണ്ട്. ഞാൻ വണ്ടി ഓടി വന്നതാണ്, ക്ഷീണമുണ്ട്. രാത്രി 9 മണി 9:30 മണിയായുള്ളൂ. 10:15 ആരും ക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിയൊന്നുമില്ല. അതായത് 12 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ക്ഷീണവും ഉറക്കമൊക്കെ വരും. അപ്പൊ ഇത് കാറ് കുറുകയിട്ടു എന്നുള്ളത് തെറ്റാണ്, സമ്മതിച്ചു. MLA വണ്ടിക്കകത്ത് കയറി ഇരുന്നു എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് കയറി ഇരുന്നിരിക്കാം, വണ്ടി എടുക്കാതിരിക്കാൻ വേണ്ടി. അതും വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് MLA ടിക്കറ്റ് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നാൽ MLAക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല യാത്ര ചെയ്യാൻ തന്നെ. എങ്കിലും അയാൾ ചിലപ്പോ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ വരെ പോവാന്ന് വിചാരിച്ചതാണ്. എന്തായാലും ശരി, സംഗതി കണ്ടക്ടർ വരെ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഈ ദൃക്സാക്ഷി കണ്ടക്ടറാണ്. ഇതിന്റെ
മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുന്നു. ഒന്നുകിൽ കണ്ടക്ടർ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഡ്രൈവർ എടുത്ത് മാറ്റണം. ഇവരെ ഡ്രൈവർ പറഞ്ഞു കണ്ടക്ടർ പാർട്ടി പ്രവർത്തകനാണ്, ആയിക്കോട്ടെ, കണ്ടക്ടർ ആയിരിക്കാം മെമ്മറി കാർഡ് മാറ്റിയത് എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോ ഞാൻ കൊലപാതകം ചെയ്തിട്ട് പറയും ഞാനല്ല, എനിക്കൊരാളെ സംശയമുണ്ട്, ഇന്നാരാണ് കൊലപാതകം ചെയ്തതെന്ന് എനിക്ക് പറയാം, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയാം. മനസ്സിലായില്ലേ? ഡ്രൈവർ തന്നെ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയിട്ട് കണ്ടക്ടറാണ് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. തെളിയിക്കപ്പെടേണ്ട നമുക്കറിഞ്ഞിട്ട് അത് പോലീസ് ഉണ്ടാകാനുള്ള സംവിധാനങ്ങളുണ്ട്. ചിലപ്പോൾ ഡ്രൈവർ തന്നെ എടുത്ത് മാറ്റിയിരിക്കാം, ചിലപ്പോൾ കണ്ടക്ടർ എടുത്ത് മാറ്റിയിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇവരെടുത്ത് മാറ്റിയിരിക്കാം. അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷെ എന്തായാലും ഇയാളുടെ പേരിൽ ഒരുപാട് എലിഗേഷൻ ഉണ്ട്, ഈ ഡ്രൈവറുടെ പേരിൽ. അയാളുടെ ഒരു ശരീരഘടന തന്നെ ശരിയല്ല, മനസ്സിലല്ലേ? ഒരു ശരീര ഭാഷ എന്ന് പറയുന്നത് ഒരു ഊച്ചാലിയുടെ ഭാഷയാണ്. അയാളുടെ സംസാരവും ഊച്ചാലിയുടെ സംസാരമാണ്, അയാളുടെ പെരുമാറ്റവും ഊച്ചാലിയുടെ പെരുമാറ്റമാണ്. അത് പോയിട്ട് ഇതിനു മുമ്പുള്ള അയാളുടെ ഹിസ്റ്ററി എടുത്താൽ ഇയാൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളവനാണ്. അതുമാത്രമല്ല അയാളുടെ ഭാര്യ അയാളിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും അല്ലേ? അപ്പൊ സ്ത്രീകളെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. സ്ത്രീകളെ മതിക്കാത്തവനും സ്ത്രീകളെ ബഹുമാനിക്കാത്തവനും സ്ത്രീകളെ ആദരിക്കാത്തവനാണ് ഡ്രൈവർ എന്ന് ഞാൻ മനസ്സിലാക്കും. ഇതാണ് പ്രശ്നത്തിൽ കാരണം, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് പിന്നെ സൂചി കൊണ്ടെടുക്കേണ്ടതാണ്. ഇപ്പൊ തൂമ്പോ ഇട്ടാലും മാറാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഒരു സംഭവത്തിനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ മേയർക്കെതിരെ കേസ് കൊടുക്കും, ചിലപ്പോൾ MLA-ക്കെതിരെ കേസ് കൊടുക്കും, അവൻ കേസ് കൊടുക്കും, തിരിച്ച് കേസ് കോടതി കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുക. ഇതിനെ വലിയ വിഷയമാക്കാം, ഒരു ഇതാക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും കാര്യമില്ല. ഇത് അവർ ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് സംസാരിച്ച് തീർക്കാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഇവിടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്, ജില്ലാ കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ആളുകളുണ്ട്, അവരുടെ യൂണിയന്റെ നേതാക്കളുണ്ട്, പിന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഉണ്ട്, ഗണേശൻ സാറുണ്ട്. അവരെയൊക്കെ ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് തീർക്കാന്നുള്ളതാണ്. ഇത് അലക്കി ഇത്രയും വഷളാക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർ മദ്യപിച്ചു എന്ന് പറഞ്ഞു, അവർ അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞു, ഭർത്താവ് മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞു, ഡ്രൈവർ മദ്യപിച്ചിരുന്നു വേറൊരു അങ്ങോട്ട് ചെളിവാരിച്ചേക്കേണ്ട കാര്യമില്ല. ഇതിന് ഒറ്റ ദിവസം കൊണ്ട് ഒരു കേസും വഴക്കും. ഒരു കേസിന് പോയപ്പോൾ ഒരു 15 രൂപ കൊടുക്കാതെ ഒരു വക്കീലും കേസെടുക്കില്ല, 15-25 രൂപ കൊടുക്കാതെ കേസെടുക്കില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാന്നുള്ളത്, ഒരു സോറിയിൽ തീർക്കാന്നുള്ളതേ ഉള്ളൂ. ഫോണിലൂടെ അയാൾ സംസാരിക്കണതന്നെ മേയറെ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഞാൻ കേട്ടോ സംസാരം, മേയറെ സംസാരിക്കാൻ അനുവദിക്കില്ല. മാഡം ഞാൻ പറയണേ കേൾക്കണം, ഞാൻ പറയണേ കേൾക്കണം എന്നാണ് പറയുന്നത്. ഇയാൾ പറയണ മാഡം കേൾക്കണം, മാഡം പറഞ്ഞ ഇയാൾ കേൾക്കണോ? അല്ലേ? അയാൾ ആരാഴ്ചയായ തിരുവനന്തപുരം മേയറാണ്. അവര് പറയുന്നത് ഇവൻ കേട്ടതിന് ശേഷം സമാധാനത്തോടുകൂടെ മറുപടി പറയണം, സംസാരിക്കാൻ അവസരം കൊടുക്കണം. അപ്പൊ ഇവൻ പറഞ്ഞ അങ്ങനെയല്ല, മാഡം ഞാൻ പറയണേ കേൾക്കണം, ഞാൻ പറയണേ കേൾക്കണം, ഞാൻ ആദ്യം പറയണേ കേൾക്കട്ടെ. ഞാനൊന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഫോൺ വിളിച്ചത്. മാപ്പ് ചോദിക്കുന്നില്ല, മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഫോൺ വിളിച്ചത്. അല്ലെങ്കിൽ മാഡം എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം, അറിയാതെ തെറ്റിപ്പോയതാണ്, സംഭവിച്ചു. അപ്പോഴത്തെ വികാരത്തിൽ ഞാൻ എന്തോ സംസാരിച്ചു പോയി, വിവരക്കേടുകൊണ്ട് സംസാരിച്ചാണ്, എന്നോട് പൊറുക്കണം അല്ലെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഈ പ്രശ്നം തീരും. പക്ഷെ അതല്ല ഇയാൾ ഇപ്പോഴും പറയണത്. ഞാൻ കേസ് കൊടുക്കും, മേയറെ താഴെ ഇറക്കും, MLA. ഡ്രൈവറുടെ പിന്നിൽ വേറെ ആരെങ്കിലും ശക്തികളുണ്ടോ? ഇയാള് BJP-കാരനെന്നാണ് പറയുന്നത്. ഇടപെട്ടു കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കോടതി ഇടപെട്ടു, ആളൂർ ഇടപെട്ടു, ഇടപെട്ട് കേസെടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. 2 പേരുടെ പേരിൽ FIR ഇട്ടു എന്നാണ് പറഞ്ഞത്. അത് തന്നെ ഇപ്പൊ ഒരു വിഷയവും ഇല്ലെങ്കിലും കോടതിയിൽ പോയ വക്കീൽ കേസ് എടുപ്പിക്കും. എന്തെന്ന് വെച്ചാൽ വക്കീലിന് വല്ലതും കിട്ടുന്നത്. അത് അവരുടെ പ്രൊഫഷനെ ഞങ്ങൾ കേസില്ലാതെ ഇരിക്കുകയാണ്. പ്രൊഫഷനാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടണം. ഒരു കേസും ഇല്ലെങ്കിലും അവസാനം വരെ തോക്കുമെന്ന് അറിയാമെങ്കിലും വക്കീൽ പറയും ജയിക്കും, ഞാൻ ജയിപ്പിച്ചു തരും എന്ന് പറയും. അവസാനം തോക്ക് പറയും ഞാൻ എന്ത് ചെയ്യാൻ തോറ്റുപോയി, നമുക്ക് അപ്പീൽ കൊടുക്കാന്ന് പറയും. എന്താണ് അപ്പോഴും വാങ്ങിച്ച് 25,000. അവരുടെ പ്രൊഫഷനാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. മേയർ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പാർട്ടി ഇടപെട്ട് രാജിവെപ്പിക്കുമോ എന്നൊരു സാധ്യത ഉണ്ടോ? ഇല്ല, സാധ്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ശരിക്കും പറഞ്ഞാല് പാർട്ടിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, അവർക്ക് വേറൊന്ന് ചെയ്യാമായിരുന്നു. വണ്ടി നമ്പർ നോട്ട് ചെയ്ത് കേസിന് നമ്മളിപ്പോ ഇത്രയും കാര്യം വിശദമായിട്ട് പറയുമ്പോഴും ഒരു മേയർ കടന്നു പോകുന്ന വാഹനത്തിൽ ഒരു KSRTC ബസ് ഇങ്ങനെ അസംബ്ലി പറഞ്ഞു എന്ന് പറയാം. അത് ഔദ്യോഗിക വാഹനമല്ല, അത് മേയറാണെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ ആ വാദത്തെ ശരിയാ, സമന്വയിച്ചു. പക്ഷെ മേയർ ചെയ്യേണ്ടിയിരുന്നെന്ന് പറഞ്ഞാല് അപ്പൊ തന്നെയല്ല വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് കേസ് കൊടുക്കാം. അല്ല, ഗണേശനെ വിളിച്ച് പറഞ്ഞാൽ മതി, മന്ത്രിയെ വിളിച്ച് പറഞ്ഞാൽ മതി, ഇന്നതുപോലെ വണ്ടി എന്നെ ചേസ് ചെയ്ത് പോവുകയാണ്. സെക്കൻഡുകൾക്ക് അദ്ദേഹം നടപടിയെടുക്കും. ആര് നടപടിയെടുക്കുന്നതല്ല, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നടപടിയെടുക്കും. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഡിപ്പോയിൽ കിട്ടണം. മാത്രമേ മെമ്മറി കാർഡ് പോകില്ല. എന്തോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സൂചി കൊണ്ടെടുക്കേണ്ടതിന് ഇപ്പൊ തൂമ്പ
പറ്റാത്ത സാഹചര്യം ഇപ്പൊ മറ്റെന്തുണ്ടല്ലോ പിക്കാസ് ഇട്ടാലും എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ. സംഗതി ഞാൻ പറയാം, ഇത് മേയറും ഒരു ആത്മസംയമനം പാലിക്കണമായിരുന്നു, MLA ആത്മസംയമനം പാലിക്കണമായിരുന്നു. ശരിക്കും പാർട്ടിക്ക് ഒരു ഇമേജ് ഉണ്ടായ ഒരു ആയിരുന്നു അന്ന്. അങ്ങനെയല്ല, അന്ന് മേയർ എന്ന് പറഞ്ഞാൽ ഒരു വനിതാ മേയർ, പ്രായം കുറഞ്ഞ ഒരു വനിതാ മേയർ, ചെറുപ്പക്കാരി, വളർന്നു വരണമെങ്കിൽ വരട്ടെ എന്ന് പാർട്ടി വിചാരിച്ചു. അടുത്ത MLA ആണ്. ഒരുവിധം തന്മയത്തോടുകൂടെ നിന്നാൽ, ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ അടുത്ത MLA ആണ്. ഏതെങ്കിലും ഒരു സീറ്റിൽ നിർത്തി ജയിപ്പിച്ച് MLA ആക്കും. അടുത്ത MLA ആണ്. ഇയാൾ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ്, അയാൾ അടുത്ത MLA ആണ്. മനസ്സിലായില്ലേ? അങ്ങനെ അടുത്ത MLA ആവേണ്ട ആളാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒട്ടും ആത്മസംയമനം പാലിക്കണം, പക്വതയോടെ പെരുമാറണമായിരുന്നു. ഒന്നും വേണ്ട, വണ്ടിക്കകത്തിരുന്നുകൊണ്ട് തന്നെ ഒരു ഫോൺ കോളിന്റെ കാര്യമുള്ളൂ. അത് ചെയ്തില്ല. അയാൾ ഒരു MLA ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? അല്ല, മേയറിനെ പറയണം, വാടി പോവാ, ഭർത്താവാണ്, വാടി പോ, നമുക്ക് പോവാം, ഇത് നമുക്ക് ഡീൽ ചെയ്യേണ്ട വേറെ വഴിയുണ്ട്, നീ വാ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിക്കൊണ്ട് പോകാമായിരുന്നു. അതും ചെയ്തില്ലായിരുന്നു. അയാളും കാണിച്ചു. അധ്യപിച്ചിട്ടുള്ളത് എനിക്കറിയില്ല, മനുഷ്യന്റെ അവസ്ഥയല്ലേ, തെളിയിക്കപ്പെടേണ്ട കാര്യം. അപ്പൊ അയാൾ എന്ത് ചെയ്യണമായിരുന്നു? അയാളും വാ നമുക്ക് പോവാം, നമുക്ക് കൈകാര്യം ചെയ്യാം. അയാൾക്ക് MLAക്ക് ഗണേശനെ മന്ത്രിയെ നേരിട്ട് വിളിക്കാം, സുഖമായിട്ട് വിളിക്കാം. അപ്പൊ തന്നെ വണ്ടി ഇരുന്നോണ്ട് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ ഇന്നതുപോലെയാണ് ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ പൊക്കി ഇവിടെ ഇരുത്തിയിട്ട് സെക്കൻഡുകൾക്ക് ഡിപ്പോയിൽ വന്ന് കയറുന്ന സമയത്ത് തന്നെ ആളെ അറസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ KSRTCയിൽ യൂണിയൻ ഉണ്ട്, ഇടതുപക്ഷ യൂണിയൻ ഉണ്ട്, വലതുപക്ഷ യൂണിയൻ ഉണ്ട്, മറ്റേ BJPയുടെ യൂണിയൻ ഉണ്ട്. ഇടതുപക്ഷ യൂണിയന്റെ ഇവിടുത്തെ നേതാവിനോട്, തിരുവനന്തപുരം ജില്ലയിലെ ഒരു നേതാവിനോട് വിളിച്ചു പറഞ്ഞാൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മന്ത്രി തന്നെ വേണമെന്നില്ല. അവിടെയൊക്കെ അപക്വത ഉണ്ടായി. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായുള്ള പ്രധാന പ്രശ്നത്തിലെ മെമ്മറി കാർഡ് കണ്ടുകിട്ടിയോ? എന്ന് കിട്ടും മെമ്മറി കാർഡ്? അതോ കേസ് ഇതും ആവിയാകുമോ? കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.